ഹലോ. അപ്പം ഞങ്ങളിന്ന് കുടുംബസമേതം എങ്ങോട്ട് പോകാമെന്നറിയോ? മീൻ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഉച്ചയ്ക്ക് വെയിലുണ്ടപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ പോണ വഴിയിലൊക്കെ നല്ല മഴക്കോളുണ്ടായി. മഴ പെയ്താൽ പെട്ടുവോ? പക്ഷേ ഞങ്ങളവിടെ എത്തിയപ്പോഴതിന് മുന്നേ തന്നെ മഴ പെയ്ത് തുടങ്ങി. അതുകൊണ്ട് അവിടെ ചെന്ന് കുറച്ച് നേരം കാറിലിരിക്കേണ്ടി വന്നു. കാറിലിരുന്ന് ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്കും മഴ ഒന്ന് കുറഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് വൈപ്പിലാണ്. ഞങ്ങളിവിടെ നിന്നാണ് യൂഷ്വലി മീൻ വാങ്ങാറുള്ളത്. അപ്പം അവിടെ മീൻ മാർക്കറ്റിലെത്തി കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു സ്റ്റോളുണ്ടായിരുന്നു. അവിടുത്തെ ചേട്ടന്മാരൊക്കെ മീൻ വേണോ മീൻ വേണോ മീൻ വേണോ എന്ന് പറഞ്ഞ് വിളിക്കണമായിരുന്നു. ഞങ്ങൾ യൂഷ്വലി ഈ മീൻ വാങ്ങുന്നത് ചീനവലയിൽ നിന്നാണ് കേട്ടോ. എപ്പം വന്നാലും ചീനവലയാണ് പോകാറുള്ളത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇറങ്ങണത്. എപ്പം വന്നാലും കാറിൽ തന്നെ ഇരിക്കുകയാണ് പതിവ്. അപ്പോൾ എന്തായാലും വന്നത് നന്നായി. എന്തോരം വെറൈറ്റി മീനൊന്നും ഉണ്ടാകത്തില്ലെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ശരിക്കും മീനായിരുന്നു. കൂന്തലും ചാളയും ഇതൊക്കെ എന്ത് മീനാണെന്നല്ല എനിക്ക് പേര് പോലെ അറിയത്തില്ല കേട്ടോ. ഇക്ക ഫുൾ മീനെ കുറിച്ചൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പം പുള്ളിക്കാരൻ പറഞ്ഞ അകത്തൊന്ന് വീഡിയോ എടുത്തോളാം. ഈ മീൻ ഭയങ്കര മുള്ളായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ കൊണ്ട് കൈ മുറിയുകയും ചെയ്തു. പിന്നെ ടൈഗർ പ്രോൺസ് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊക്കെ മീനാന്ന് എനിക്കിപ്പം പേര് പോലും ഓർമ്മയില്ല സത്യത്തിൽ. എന്താണ് കേട്ടോ ഞാൻ എടുത്തില്ല ഏറ്റവും വലിയ മീൻ. എന്തൊരു സൈസാ! എൻ്റെ അത്ര നീളവും ഉണ്ടായിരുന്നു, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. ഇതാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ. ഇതിൻ്റെ വിങ്സൊക്കെ കാണാൻ നല്ലതായിരുന്നു. മുഖമൊക്കെ അര ഇടിച്ച് ഞണിക്കതിലേക്ക് ഇരിപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ പേരെന്തായാലും എനിക്ക് ഓർമ്മയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടുത്തെ എടുത്ത് പറയേണ്ട ഇവിടുത്തെ ക്ലീനിങ് ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ ഒട്ടും പറ്റാത്ത കാര്യമാണ് ക്ലീനിങ്. എന്തായാലും ഇത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. പുള്ളിക്കാരൻ നല്ല ക്ലിയർ കട്ടായിട്ട് മീനെ കട്ട് ചെയ്തിട്ട് സർജിക്കൽ പ്രൊസീജിയറൊക്കെ ഓർമ്മ വന്നു എന്തായാലും കണ്ടിട്ട്. നന്നായിട്ട് കട്ട് ചെയ്യണ്ടായി. പെട്ടെന്ന് എന്ത് ഫാസ്റ്റായിട്ടാണ് പുള്ളിക്കാരൻ കട്ട് ചെയ്യണേ. നമുക്ക് അത് നോക്കിക്കൊണ്ടിരിക്കാൻ തന്നെ നല്ല ഒരു എന്താ പറയുക, നല്ല രസമുണ്ടായി കാണാനായിട്ട്. ഇവിടെ നിന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് തരുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വൈപ്പിന് തന്നെ വന്ന് വാങ്ങുന്നത്. ഞങ്ങൾക്ക് 38 നിങ്ങൾ വൈപ്പിന് വരെ വരണം, ദൂരമുണ്ട്. അടുത്തൊന്നും മീൻ കിട്ടാഞ്ഞിട്ടല്ല, നല്ല ക്ലിയർ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് തരും. അതുകൊണ്ടാണ് ഇത്രയും ദൂരം വന്ന് വാങ്ങുന്നത്. കട്ടിങ് കഴിഞ്ഞു കേട്ടോ. എന്ത് ഫാസ്റ്റായിട്ടാണ് കട്ട് ചെയ്തല്ലേ. നല്ല ക്ലിയർ ആയിട്ടെല്ലാം നല്ല ക്ലീനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂന്തൽ നല്ലതായിട്ട് ഞങ്ങൾ എന്തായാലും 1 കിലോ കൂന്തൽ എടുക്കാമെന്ന് വിചാരിച്ച്. സത്യത്തിൽ എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു എന്ത് മീൻ എടുക്കണമെന്ന്. അപ്പോൾ എന്നെ കളിയാക്കണ്ടായിക്കോ ഇതെല്ലാം വാരി എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവരും ചിരിക്കണ്ടായി അവിടെ നിന്നിട്ട്. ഇത് എൻ്റെ കൈ വെച്ചത് എൻ്റെ സൈസ് കാണിക്കാനാട്ടോ. നല്ല തടിയ മീൻ്റെ തലയിരുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് എന്തായാലും അവിടെ നിന്ന് ചീനവലയിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് അങ്ങോട്ട് തിരിച്ച് കാറിൻ്റെ അടുത്തോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ്. നേരത്തെ കണ്ട മാർക്കറ്റ്, കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളാണ് ഇതൊക്കെ. ഇവിടെയും ശരിക്കും മീനുണ്ടായി. ചീനവലയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമ്മളിപ്പം ചീനവലയിൽ പോയത്. അപ്പോൾ കാറ് പാർക്ക് ചെയ്തതിൻ്റെ ഫ്രണ്ടിൽ കാളമുക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോറുണ്ടായി. അവിടെയും കൂടെ ഞങ്ങൾക്ക് കയറാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവിടെ വന്നത് എന്തായാലും നഷ്ടമൊന്നും ആയില്ല. എന്തൊക്കെ ശരിക്കും മീനുകളാണ്. ശരിക്കും എന്ന് പറഞ്ഞാൽ വെറൈറ്റി മീനുകൾ. അവിടെ കുറച്ച് ചീനവല കുറച്ച് ചെറുതായിരുന്നു, പക്ഷേ ഇത് കുറച്ചും കൂടെ വലുതായിരുന്നു. നിറയെ വെറൈറ്റി മീനുണ്ടായിരുന്നു. ഇവൻ എനിക്ക് പണി തരാനുള്ളായിരുന്നു കേട്ടോ. ഞാൻ കൈ കൊണ്ട് ഇടാൻ പോയതാണ്. ജീവനുള്ളതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പുറത്തെ കണവേക്കാളും വലുത്, കണവെന്ന് വെച്ചാൽ കൂന്തൽ, അതിൽ നിന്ന് വലുതായിരുന്നു എടുത്തത്. ഇവിടുത്തെ കൂന്തൽ നല്ല സൈസും ഉണ്ടായിരുന്നു. എന്നാലും അപ്പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇവിടെ നിന്ന് എടുത്തില്ല. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും മീനിൻ്റെ എല്ലാം പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ പേരും വിലയും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് അതുകൊണ്ട് എന്താണ് നോക്കിയെടുക്കാനുള്ള പാടൊന്നും ഉണ്ടായില്ല. പിന്നെ കൂന്തലും ചാളയും നെത്തോലി, ഇവിടെയൊക്കെ കൊഴുവെന്നാണ് പറയുന്നത്, അതൊക്കെ ശരിക്കും ഉണ്ടായി. എനിക്കൊന്ന് ഇപ്പോൾ അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. അത് ശരിക്കും കിടപ്പുണ്ടായി. പല സൈസ് മീനുകളും പല കിടന്ന് പിടയ്ക്കണ കിടപ്പ് കണ്ടാ. പിന്നെ ഇവിടെ അയല ഉണ്ടായി, നല്ല അയല ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ നിന്ന് അയല എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അയല പൊരിക്കാമല്ലോ.
അങ്ങനെ 1 കിലോ അയല എടുക്കാമെന്ന് വിചാരിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞു അകത്ത് സ്റ്റോളുണ്ട്, അവിടെ കയറി നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത്രയും നാൾ വന്നിട്ട് ഇപ്പോഴാണ് ഇങ്ങനെ അകത്തുള്ളൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. എന്തായാലും അകത്തോട്ട് കയറിയപ്പോൾ എന്തായാലും നഷ്ടമില്ല, അവിടെയും ശരിക്കും മീനുണ്ടായി. അപ്പോൾ എന്തായാലും ഞങ്ങൾ 1 കിലോ അയല എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ചുമ്മാ അവിടെയൊക്കെ കറങ്ങി ഫുൾ മീനെയൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു. പുള്ളിക്കാരൻ അത് ക്ലീൻ ചെയ്ത് തരും, ഇവിടെയും ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അവർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് കയറി നോക്കി. ഇത് ഭംഗിയല്ലേ ഈ മീനെയൊക്കെ കാണാൻ, രസമുണ്ട് കാണാൻ തന്നെ, എന്ത് രസമാണ്. അപ്പോൾ ഇത് കടലടിക്കൂടെ ഓടുമ്പോൾ എന്ത് ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇവിടെ കുറച്ച് വെറൈറ്റി ടൈപ്പ് മീനുകളുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അകത്തവർ പേരൊന്നും എഴുതി വെച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ട് പേരൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ കുറേ വെറൈറ്റി ടൈപ്പ് ഉണ്ടായിരുന്നു. ചുണ്ട് നീന്തതും തടിച്ചതും ചെറുതും വലുതുമായിട്ട് കുറേ മീനുകൾ. ഇത് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്, നല്ല കളറായിരുന്നു. പിന്നെ ഇവിടെയും ഞണ്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ കടിക്കത്തോണ്ട് ഞാൻ എടുത്ത്. എന്തായാലും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി. തൊട്ടപ്പുറത്ത് തന്നെ കപ്പ കൊടുക്കണ്ടായി, അപ്പോൾ അതും കൂടെ വാങ്ങാൻ വിചാരിച്ചു. 3 കിലോ 100 രൂപ. എന്തായാലും അതും വാങ്ങി ഞങ്ങളവിടെ നിന്ന് തിരിച്ച് പോണ വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ, നല്ല പെരുമഴ, ഒന്നും കാണാൻ വയ്യാത്ത മഴ. ഞങ്ങൾ മഴയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോയി. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ തീരുവാണ്. അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോ കാണും വരെ ബൈ.